ചേച്ചോ ഇതെന്തുട്ടാണിത് കുറച്ചുകൂടി തന്നേ. ഇത്ര മതി, നീ കുട്ടിയാണ്, കുട്ടികൾക്ക് തന്നാക്കാൻ പാടുള്ളൂ. ഇതൊരു വലിയ തേക്കാൻ പോലും ഇല്ല. ഞാൻ ഇട്ടോളെ ഇങ്ങോട്ട് തന്നേ. ഞാൻ തരില്ല പറഞ്ഞില്ല, എത്ര നന്നുണ്ട്, ലാസ്റ്റ് ആണിത്. ഇല്ല ഞാൻ ഇട്ടോളെ, എനിക്ക് ആവശ്യത്തിന് തന്നേ. ഇങ്ങോട്ട് തന്നേ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും പോയിട്ട്. എന്താണ് പേസ്റ്റ് തന്നില്ല എനിക്ക്. എടാ ഞാൻ ഇത് വലിച്ചൊരു ഒറ്റ ഏറ് തരും. കൊടുക്കടാ കുട്ടിക്ക് പേസ്റ്റ്. ഓ നീ വലിയ കാരണവരാണ്. അവൾക്ക് പേസ്റ്റ് കൊടുക്കുക, ആവശ്യമുള്ള പേസ്റ്റ് കൊടുക്ക്. ആ അപ്പൊ അവള് ചോദിക്കണ കൊടുത്തതാ നിനക്ക്. ഇനിയിപ്പോ കുളിക്കൊക്കെ വേണം വേഗം പോയിട്ട് കേട്ടാ. ആ എന്നാ വേഗം പല്ലേക്ക് ഇന്ന് പോയിട്ട് കുളിക്ക്. ആ യൂണിഫോം ഏതാന്ന് അതറിയില്ലേ? ഒറ്റ ഒന്നാണ് വേഗം പോയി കുളിച്ചടാ. പല്ലേക്ക് കുളിക്കോ ചെയ് വേഗം ചെല്ലി. ആ എന്താ രാവിലെ തന്നെ? അതേ നമ്മുടെ ആ സ്ഥലത്തിന്റെ കാര്യത്തിന് ഞാൻ വില്ലേജ് ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ രാവിലെ 8 മണി വരെ വീട്ടിലുണ്ടാവും. ചെന്ന് നേരിട്ട് കണ്ട് എന്തേലും ചില്ലറ കൊടുത്താൽ പണി നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ പോലെ നടക്കില്ലടാ. അയ്യോ ഞാൻ അയാൾ വിളിച്ച് പറഞ്ഞു അല്ലേ ഞങ്ങൾ വരാന്ന്. എന്തറിയോ ഇപ്പൊ ഇന്ന് അമ്മയില്ല മല്ലികയില്ല ഇവിടെ. അവരവിടെ പോയി. അവരിന്നലെ അമ്മയ്ക്കൊരു ശ്വാസം പൊട്ടല്. അയ്യോ അങ്ങനെ ആശുപത്രിയിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് നോക്കിയിട്ട് രാവിലെ ഉണങ്ങാൻ പോയാൽ മതി പറഞ്ഞു. അഡ്മിറ്റ് ആണപ്പാ? ദിവസം. അപ്പൊ പിന്നെ മല്ലികനെ അവിടെ നിർത്തി ഞാൻ പോന്നു. ദോരയുണ്ട് അവിടെ. കുട്ടികളെ ഒരുക്കിട്ട് പറഞ്ഞേക്കണേ, പരീക്ഷയാണ് ഇന്ന്. പരീക്ഷയാണോ? ഞാനെന്നാ പരീക്ഷയായിട്ട് പോയാലോ? എന്നാ പിന്നെ പരീക്ഷ എടാ പല്ല് തേച്ചിട്ട് കുളിക്കടാ പോയിട്ട്. അതെ ആ വില്ലേജ് ഓഫീസർ ഇന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? വില്ലേജ് ഓഫീസറെ ഇന്ന് നടക്കൂല. ഒരു കാര്യം ഞാൻ വൈകിട്ട് പോന്നേ. ആകെ പണി തിരക്കട, ഒരു രക്ഷയില്ല. രണ്ടും ഇങ്ങനെ തുടങ്ങിയത് ഞാൻ അയാളോട് വിളിച്ച് പറഞ്ഞല്ലേ. അല്ല ചെങ്ങായി ഒരു കല്യാണത്തിന് പോയി ആ ചെക്കൻ പരീക്ഷയാണ് അവനക്ക്. അതിന് 100 കൂട്ടം പണിയെടുക്കാൻ അതിന് ഒന്നും ഉണ്ടാക്കി കൂടി. വൈകുന്നേരത്ത് പോവാം കുഴപ്പമില്ല. വൈകിട്ട് പോവാ. ഇനി മാറ്റം ഉണ്ടാവോ? ഇല്ല ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അയാളോട് വിളിച്ച് പറയാം. ആയിക്കോട്ടെ ശരി, ഞാൻ ചെക്കനെ വിളിപ്പിക്കാൻ നോക്കാം. അതെ വേറെ തിരക്കൊന്നുമില്ലല്ലോ. എന്തേ കുറച്ചു നേരം എന്റെ കൂടെ നോക്കാൻ പറ്റുമോ? എന്താ കാര്യം എന്താണ്? അല്ല ഒന്നുമില്ല, കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. എന്തുണ്ടാക്കാനാണ് പെട്ടെന്ന്? എന്താ ഉണ്ടാക്കണ്ടെന്ന് എനിക്കറിയില്ല. എന്താ ഉണ്ടാക്കുക? പെട്ടെന്ന് ഇപ്പൊ ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയോ? ഉപ്പുമാവ് നോക്കി നോക്കാം. ഞാൻ ജെസ്സിയില്ലാത്തപ്പോ ഉപ്മാവ് ഉണ്ടാക്കണം. ഒരു 10 മിനിറ്റ് മതിയോ? പിന്നെ അന്നൊരു കാര്യം ചെയ്യും, ഒന്ന് വാ. അതറിയാൻ പാടില്ലേ? ഞാൻ കാണിച്ചത്. ഞാൻ ചെയ്ത ചിലപ്പോ ശരിയാവില്ലേ. സാധനങ്ങളൊക്കെ ഉണ്ടാ? സാധനങ്ങൾ നോക്കാന്ന്. എന്തൊരു കട്ടോട്. ഉപ്പുമാവ് മതിടാ. പരീക്ഷ അറിയാലോ. എത്ര മണിക്കായി? 10 മണിക്കാ. പക്ഷെ എനിക്ക് 9:00 പോണം. എനിക്ക് ഉമ്മ എപ്പോഴും ബിസ്ക്കറ്റും പാലും ഒക്കെ തരുന്ന രാവിലെ കുളിക്കുന്നതിന് മുമ്പ്. എന്റെ മോനെ ഇപ്പളാ പറയണേ, ഒരു 100 കൂട്ടം പണിയെടുക്കണ ഇവിടെ. അറിഞ്ഞൂടെ? അങ്ങനെ അറിയണേ? ഓളല്ലേ ഇത് എടുത്തു തരാ. ആ പോട്ടാ സാരമില്ല. ഇനി എനിക്ക് ഭക്ഷണം എടുത്ത് വെക്കാം. പോയി ഡ്രസ് മാറി ചെല്ലേ. സ്കൂൾ കൂടെ ജാതിയെ പണിച്ച് ബാക്കിയുള്ള എങ്ങനെ ചെയ്യണ ഞാന്? കുറച്ച് പച്ചമുളക്, വേപ്പില, ഇഞ്ചി. പച്ചമുളക് ഒരു 3-4 പച്ചമുളക്. ആവശ്യമുള്ള സാധനം ഇല്ല നോക്കല്ലേ ശരിക്ക്. ഒരു 3-4 എടുത്താൽ മതി. 3-4 പച്ചമുളക്, ഇത്തിരി ഇഞ്ചി. ഇഞ്ചി ഇതൊക്കെ കഴുകണോട്ടാ. ഇഞ്ചി ഒരു ചെറിയ വേപ്പില കഷ്ണം എടുത്തോ. വേപ്പില കഷ്ണം. ഇഞ്ചി മതിയോ? ഇഞ്ചി ഒരു കഷ്ണം മതി. പിന്നെ ഇനി വേപ്പില, കടുക്. കടുക്. ഇത് വേപ്പില തൈ വേണ്ട, ഒരു 2 ഇല മതി. ഇതൊക്കെ ഒന്ന് കഴുകണോട്ടോ വാസൂട്ടി. ഇതൊക്കെ വിഷം അടിച്ച് വരണേണം കണ്ടെന്നൊക്കെ. കടുക് ആ പാത്രം എടുത്ത് ആ സാധനം അരിയണ സാധനം. ഒരു കത്തി ഇപ്പൊ ശരിയാക്കി തരാം. കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. വെളിച്ചെണ്ണ ഉപ്പ് എടുത്ത് വെച്ചേര്. ഉപ്പുണ്ട്. ഇതൊന്ന് കഴുകി ശരിയാക്കി കടുക്. ഇത് കഴിയുമെന്നാവോ? ഒപ്പിക്കാം. എന്നിട്ടേ ഒരു ചീനച്ചട്ടി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അടുപ്പത്തോട്ട് വെച്ച് കത്തിക്കും.
ഈ വെളിച്ചെണ്ണ എത്ര ഒഴിക്കണം? അതിന് കൃത്യ അളവൊന്നുമില്ല, ഒരു ഇത്തിരിയാണ്ട് ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. 2 സ്പൂണ് അങ്ങനെ ഒഴിച്ചടാ. ചൂടായില്ല. ഒന്ന് പഴുക്കട്ടെ ആ ചട്ടി. ഒരു ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റിന്റെ കഷ്ണം കിട്ടിയ അരിഞ്ഞിട്ട് ടേസ്റ്റ് പിള്ളേർക്കല്ലേ. ക്യാരറ്റ് അന്ന് ഒരു ക്യാരറ്റിന്റെ കഷ്ണം കഴുകിയെടുക്കണേ, കഴുകിയെടുക്കണം. ഈ പണിക്ക് പോകില്ലെങ്കിലും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് കൂറന്നിട്ടുണ്ട് കേട്ടോ. അത് കളയാ നോട്ടെ. കൂറന്നാണ് ഇത്രയും നല്ലതാണ്. അതല്ലേ കളയാന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ ഒഴിച്ചോ. ഞാനെന്താ അറിയോ, ഇന്ന് വരെ അടുക്കള കയറിയിട്ടില്ല. നല്ല കാര്യമാണ്. പെണ്ണുങ്ങളൊക്കെ ചത്താലും ജീവിക്കണ്ടേ നമുക്ക്. എണ്ണ ഒഴിക്കട്ടെ? ഒഴുക്കി പേടിക്കണ്ട. അതേ, എന്നിട്ട് ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ ഇതൊക്കെ മാറ്. ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ കൊടുത്ത്. പുകഞ്ഞു വരണടാ. നീ പേടിക്കണ്ട, അതല്ലേ പോയാണ്. വെള്ളം വരട്ടെ. വെള്ളം ഒഴിക്കാനോ? വെള്ളം ഒഴിക്കും. ഈ ചട്ടി എന്താ ഇങ്ങനെ പോയതോ? വെള്ളം ഒഴിക്കും. ഇങ്ങോട്ടെന്നെ ഉണ്ടാ വെള്ളം എടുത്തുണ്ടോ? തീ കൂടിപ്പോയി തോന്നുന്നു. തീ കുറയ്ക്ക്. വെള്ളം ഒഴിച്ചോ. ഒഴിച്ചോ. എത്ര പേർക്കുള്ളപ്പോഴാണ് ഇത് മുഴുവൻ നീ കോരി ഒഴിച്ച? എന്തിനാണ്? മതി. എത്ര പേർക്ക് തിന്നാനാണ്? ഇനി ഇത് തിളച്ചു വരുമ്പോഴേക്കും റവ എടുത്തോ. റവ എടുത്തുണ്ടോ? ഉപ്പിടാ. ഉപ്പ് വെള്ളത്തിൽ ഇട്ടാ മതി. ഞാൻ ഇട്ടോളാം, നീ റവ എടുത്തുണ്ടോ? റവ എടാ, റവില്ലല്ലോ. റവില്ല. റവയില്ല, പിന്നെ എന്തിനാ ഉപ്പാവ് ഉണ്ടാക്കണ? എങ്ങനെയാണ്? ഇപ്പൊ മൈദ മതിയോ? മൈദ മറ്റേ പോസ്റ്റർ ഒട്ടിക്ക. പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ തേങ്ങയൊക്കെ വേണം. ഒരു ഐഡിയ ഉണ്ടെന്നാ, ഇതെടുത്താണ്ട് കമത്തിക്കളയാ. പിന്നെ റവ ഇല്ലാതെ ഉപ്പുമാവ് ഉണ്ടാക്കണ എങ്ങനെയാണ്? നീ ഒരു പണിയാ, പരീക്കുട്ടിയുടെ അടുത്ത് ഇത്തിരി റവ ഉണ്ടാന്ന് ചോദിച്ചാൽ